ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോക പരിസ്ഥിതി ദിനം പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ A4 സൈസിലാണ് പോസ്റ്റർ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ A4 സൈസ് എടുക്കുകയാണ്. ഇത് പ്രിന്റ് ചെയ്യേണ്ട ഫയൽ അല്ലാത്തത് കൊണ്ട് ഞാൻ RGB മോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ A4 സൈസിൻ്റെ ഒരു സൈസ് എടുക്കുന്നു. RGB മോഡിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാം. അത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ വർക്കിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. ഓക്കെ, അത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവച്ച് ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഞാൻ Ctrl T കൊടുത്ത് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. ഏകദേശം നമ്മുടെ വർക്കിൻ്റെ സെൻറ്ററായിട്ട് തന്നെ നിർത്തുകയാണ്. ഹൈറ്റ് ഒന്ന് കൂട്ടി ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഹൈറ്റ് കൂട്ടി വെച്ചേക്കാണ്. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ആകാശം വരുന്ന ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ ആദ്യം ഞാൻ മാർക്കറ്റ് ടൂൾ, റെക്റ്റാങ്കിൾ മാർക്കറ്റ് ടൂൾ എടുത്ത് ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ച് ഇനി ഡിലീറ്റ് കൊടുക്കുകയാണ്. കാരണം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എളുപ്പത്തിൽ എങ്ങനെയാണോ നമുക്ക് എളുപ്പം ആ ഒരു രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇറേസർ ടൂൾ എടുക്കുക. ഇറേസർ ടൂൾ എടുത്ത് ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കാനും വലുതാക്കാനും ലെഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ആകാശം വേണ്ട, ഈ ഒരു റോഡ് കിട്ടുന്ന ഇത്രയും ഭാഗം എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തൊരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഈ ഒരു ഫോട്ടോയും നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ്. അത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലെയറിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അടിയിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. Ctrl T കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിന് ശേഷം Alt Shift പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് ചെറുതാക്കി വയ്ക്കുകയാണ്. ചെറുതാക്കി ഈ ഒരു ഭാഗം ഇത്രയും കിട്ടിയാൽ മതി എന്നുള്ള രീതിക്ക് അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് Ctrl Shift പിടിച്ചുകൊണ്ട് ഈ ഒരു സെൻറ്റർ ബട്ടൺ പിടിച്ചൊന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് ചരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇമേജ് ഇങ്ങനെ ഒരു സെൻറ്ററായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം Ctrl J കൊടുത്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തു. അതിനുശേഷം Ctrl T പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇമേജിനെ നേരെ ഒന്ന് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, തിരിച്ചതിന് ശേഷം നിങ്ങൾ വല സൈഡിലേക്ക് നീക്കി ഇത്രയും ഒന്ന് വല സൈഡിലേക്ക് ഒന്ന് നീക്കി വയ്ക്കുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗം കൊണ്ടുവച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഇറേസർ ടൂൾ എടുക്കുന്നു. ഈ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഇറേസർ ടൂൾ എടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ആ ഒരു ഇമേജ് അതൊരൊറ്റ ഇമേജ് പോലെ ഏകദേശം തോന്നുന്നൊരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ലെയറിൽ നമ്മളിപ്പോൾ അതിൻ്റെ കോപ്പി എടുത്തതും അതിൻ്റെ ഒറിജിനൽ ഫയലും കൂടെ തമ്മിൽ ആ രണ്ട് ലെയറും സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ മെർജ് ലെയേഴ്സ് എന്നത് കൊടുക്കാം. Ctrl E ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അത് ഒറ്റ ഫയലായിട്ടുണ്ട്. ഒറ്റ ഫയലായതിനു ശേഷം ഇപ്പോൾ ഇവിടെ ഈ മോൾ ഭാഗം ഇങ്ങനെ കട്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഈ ഒരു കളർ ഷെയ്ഡ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ മാർക്കറ്റുകൾ എടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ചത് ഇത്രയും ഭാഗം ഒന്ന് വരച്ചു കൊടുത്തു. ഓക്കെ, ഒരു ബോക്സ് വരച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ലെയർ നമ്മൾ ആ ഒരു മരത്തിൻ്റെ ആ ഒരു ലെയറാണ് സെലക്ഷൻ കിടക്കുന്നത്. അതിനുശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്ത് ഫിൽ എന്നൊരു ഓപ്ഷൻ കാണാം. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫിൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിലിവിടെ കണ്ടന്റ് അവെയർ എന്നത് കൊടുക്കുക. കളർ അഡാപ്ഷൻ ടിക്ക് ഇട്ടേക്കുക. ഓപ്പോസിറ്റ് 100 കൊടുത്തിരുന്നാൽ മതി. മോഡ് നോർമൽ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബ്ലൂ കളർ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ലായി കിട്ടും. അത് നമുക്കൊരു കംപ്ലീഷനായിട്ട് കിട്ടത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് അത് കിട്ടത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ആ ഒരു കളർ അവിടെ ഒന്ന് ഫില്ലായി കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ റോഡിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള ഈ ഭാഗത്ത് കുറച്ച് പുല്ലുകൾ വരുന്ന രീതിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാസ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അതിനെയും നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൊടുക്കുകയാണ്. അപ്പം ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടി Ctrl Shift റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി. Ctrl Shift റൈറ്റ് ബ്രാക്കറ്റ്. ഓക്കെ, ഇത്രയും എടുത്തതിന് ശേഷം Ctrl T കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി വയ്ക്കുന്നു. ചെറുതാക്കി വെച്ച് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പെൻ ടൂൾ എടുക്കുകയാണ്. ഷോർട്ട് കട്ട് P ആണ് വരുന്നത്. പെൻ ടൂൾ എടുക്കുന്നു. പെൻ ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഒരു ഷേപ്പ് ഇത്രയും വരച്ച് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് അകലം ഇട്ട് ഇത്രയും വരച്ച് ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, Ctrl Enter കൊടുത്ത് നമുക്ക് സെലക്ഷൻ കൊടുക്കാം. കൊടുത്തതിന് ശേഷം Ctrl C പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് Ctrl D കളഞ്ഞ് അതിൻ്റെ സെലക്ഷൻ കളയാം. അതിനുശേഷം ഈ ഇമേജ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഇമേജിനെ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അതിനുശേഷം നമ്മളിപ്പോൾ കോപ്പി എടുത്തിട്ടുള്ള സാധനത്തിനെ നമ്മൾ Ctrl V കൊടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒതുക്കി വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു പുല്ലിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടി കിട്ടും.
റോഡിൻ്റെ സൈഡിൽ ആ ഒരു പുല്ല് ഉള്ള ഒരു എഫക്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇമേജിനെ നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്നത്. ഓക്കെ, ഇത്രയും വച്ചതിന് ശേഷം അതിൻ്റെ സെലക്ഷൻ കളയാം. സെലക്ഷൻ കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇറേസർ ടൂൾ എടുക്കുന്നു. ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത്. ഇറേസർ ടൂൾ എടുത്ത് അല്പം ഒന്ന് സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ റോഡിൻ്റെ ആ ഒരു സൈഡ് മാർക്ക് കാണുന്ന രീതിക്ക് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പുല്ല് റോഡിൻ്റെ സൈഡിൽ ഉള്ള ആ ഒരു എഫക്റ്റിൽ നമുക്കിവിടെ കിട്ടും. ഇപ്പം ഈ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കൺട്രോൾ ജെ കൊടുത്താൽ മതി. അതിലൊരു കോപ്പി കൂടെ കിട്ടും. അതിനുശേഷം കൺട്രോൾ ടി കൊടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്നത് കൊടുക്കുക. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതിനുശേഷം അതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വലത് ഭാഗത്തേക്ക് നീക്കി കൊണ്ടുവരിക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വലത് ഭാഗത്തേക്ക് നീക്കി കൊണ്ടുവന്ന് ആ ഒരു വലത് ഭാഗത്തും വയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടും. ഈ റോഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഇനി താഴേക്ക് ഒന്നുകൂടി ഇറക്കി വെച്ചു. അതിൻ്റെ ഹൈറ്റ് അല്പം കൂടി ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ കൊണ്ടുവന്ന ഗ്രാസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഇവിടെ താഴേക്ക് ഒന്ന് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് താഴേക്ക് ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് അത് താഴേക്ക് ഇറങ്ങി കിട്ടും. ഒന്ന് ഒതുക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പുറത്ത് വലത് സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് ഒന്നുകൂടി ഒന്ന് ഒതുക്കി വയ്ക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മരത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെ അത് നമ്മൾ ഇറേസർ ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും ചെയ്ത് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ദൂരെ കാണുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ദൂരെ കാണുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ ഓപ്ഷനിൽ പോവുക. ഫിൽറ്ററിൽ നിന്നും ബ്ലറിൽ ഗോഷൻ ബ്ലർ കൊടുക്കുക. ഓക്കെ, ഗോഷൻ ബ്ലർ കൊടുത്ത് ജസ്റ്റ് ഇവിടെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. റേഡിയസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ ഒരു മരത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ദൂരെ കാണുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫെയ്ഡായി കിട്ടുന്ന ഒരു ഫീൽ കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഗ്രാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് സ്ഥലത്തും എടുത്തിട്ടുണ്ട്. കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സെലക്ഷൻ രണ്ടിനും കൂടെ ഒരുമിച്ച് കൊടുത്തു. ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഞാൻ അല്പം കൂടി ഒന്ന് മുകളിലേക്ക് നീക്കി വയ്ക്കുകയാണ്. ഓക്കെ, മുകളിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ഓരോന്നും അല്പം കൂടി ഒന്ന് ഇങ്ങോട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് നീങ്ങി കിട്ടും. അതിനുശേഷം ഒരെണ്ണം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് നമുക്കിനി അങ്ങ് മെർജ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെയറിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് രണ്ട് ലെയറും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒന്നിച്ച് സെലക്ഷൻ കിട്ടും. അതിനുശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെർജ് ലെയേഴ്സ് കൊടുക്കുക. ഷോർട്ട് കട്ട് കൺട്രോൾ ഇ ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷം വീണ്ടും ഞാൻ ഇറേസർ ടൂൾ എടുക്കുന്നു. ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത്. ഇറേസർ ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് സൈസ് ചെറുതാക്കിയതിന് ശേഷം ഈ മുകൾ ഭാഗത്ത് ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്ന് ഫെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ അതൊന്ന് ലയിച്ച് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ക്രോപ്പ് ടൂൾ എടുത്ത് സി ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ക്രോപ്പ് ടൂൾ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ 4 സൈഡ് ബോർഡർ സെലക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പുറത്തേക്ക് നമ്മുടെ ഫയലിൽ പേജിന് പുറത്തേക്കുള്ള ഭാഗമെല്ലാം ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, ഇനി നമുക്കിവിടെ വേണ്ടത് അല്പം കൂടിയൊക്കെ ഒന്ന് താഴേക്ക് ഒന്ന് ഒതുക്കിയൊക്കെ വയ്ക്കാം. ഇറേസർ ടൂൾ എടുത്ത് ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു കിട്ടും. ഓക്കെ, ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ ആകാശത്തിൻ്റെ ഈ ഒരു ഭാഗം വരുന്നിടത്ത് നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ എടുക്കുക, അതിലൊരു ലൈറ്റ് ബ്ലൂ കളർ എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കാം. ബ്രഷ് ടൂൾ എടുത്ത് ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത്. ബ്രഷ് ടൂൾ എടുത്ത് പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം മാത്രം അവിടെ കളർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ ഇവിടെ പ്ലസ് ഐക്കണിൽ നിന്നും പുതിയ ലെയർ എടുക്കുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുക. ഓക്കെ, അതിനുശേഷം ബ്രഷിൻ്റെ സൈസ് ഞാൻ റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് അല്പം കൂടി ഒന്ന് വലുതാക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഒരു കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഒരു ലൈറ്റ് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് അതിനെ അല്പം കൂടി ഒന്ന് താഴേക്ക് ഒന്ന് വലിച്ചു വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഈ ഒരു മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ആ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു ഗ്രാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ആകാശം മാത്രം നമ്മൾ ഇത്രയും സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ സി കൊടുത്ത് അതിനെ കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഇപ്പോൾ കളർ അപ്ലൈ ചെയ്ത ഈ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിനെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ വി കൊടുത്ത് തന്നെ പേസ്റ്റ് ചെയ്തു. കൺട്രോൾ ടി കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് നമുക്ക് ചെറുതാക്കി ഒന്ന് വയ്ക്കാം. ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ ലെയറിൽ പോവുക. അവിടെ ബ്ലെൻഡിങ് മോഡ് ഓവർലേ എന്നത് കൊടുക്കുക. ബ്ലെൻഡിങ് മോഡ് ഓവർലേ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു നമ്മൾ കളർ അപ്ലൈ ചെയ്തിട്ടുള്ളതിൽ മേഘത്തിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടെ കിട്ടും. ഇനി വീണ്ടും ഇറേസർ ടൂൾ എടുക്കുക. ഇറേസർ ടൂൾ എടുത്ത് ഇപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മളിന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ഇമേജുകളായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പം ഏറ്റവും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ നമ്മൾ സേവ് ചെയ്യുക എന്നതാണ്. എപ്പോഴാണ് നമ്മൾ സിസ്റ്റം ഓഫായി പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് എററായി പോകും. പിന്നീട് നമുക്ക് ആ വർക്ക് വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടതായിട്ട് വരും. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ സേവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഫയലിൽ നിന്നും സേവ് കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുക. പുതുതായിട്ട് സേവ് ചെയ്യുന്ന ഫയലാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എസും, സേവ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സേവ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ എസും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വർക്ക് സേവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുന്നു. നമ്മൾ എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. എന്തെങ്കിലും ഒരു പേര്, ആ വർക്കിൻ്റെ പേര് കൊടുത്ത് എപ്പോഴും സേവ് ചെയ്യുന്നത് പിന്നീട് ആ വർക്കിനെ സെർച്ച് ചെയ്തെടുക്കാൻ എളുപ്പമായിട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ വർക്ക് എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് സേവ് ചെയ്തു. വേൾഡ് എർത്ത് ഡേ എന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ടൈപ്പ് ടൂൾ എടുക്കുകയാണ്. ടൈപ്പ് ടൂൾ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വേൾഡ് എർത്ത് ഡേ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലെയറിൻ്റെ അടിയിലായി പോയി നമ്മുടെ ടൈപ്പ് ചെയ്ത ഫയൽ. അപ്പോൾ അതിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലെയർ ഏറ്റവും മുകളിലായിട്ട് വരും. ഇനി അതിനെ കൺട്രോൾ എ കൊടുത്തൊന്ന് സെലക്ഷൻ ചെയ്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്താൽ മതി. ക്യാരക്ടർ ഇവിടെ ഓപ്പൺ ആകും. ക്യാരക്ടർ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട്, നമ്മൾ ഏത് ഫോണ്ടാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോണ്ട് നമ്മൾ അതിൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് വലുതാക്കി നമുക്ക് എത്രത്തോളം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണോ ആ ഒരു രീതിക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ലെയർ ഓപ്ഷൻ എടുക്കുക. വിൻഡോസിൽ നിന്ന് ലെയർ ഓപ്ഷൻ എടുക്കുക. ഷോർട്ട് കട്ട് F7 ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഫയൽ ഇവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുകയാണ്. ഒരു കോപ്പി എടുത്ത് ഒരു ഫയൽ ഞാൻ ഹൈഡ് ചെയ്തിട്ടു. അതിനുശേഷം എർത്ത് എന്നുള്ളതിനെ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനെ മാത്രം ഞാൻ ഇവിടെ ഇങ്ങനെ ക്യാരക്ടർ മാപ്പിൽ ഒന്ന് വലുതാക്കി കൊടുത്തു. അതിനുശേഷം ഡേ എന്നുള്ളതിനെ മാത്രം സെലക്ട് ചെയ്തു. അതിനെയും ഞാൻ അതുപോലെ തന്നെ ഒന്ന് വലുതാക്കി കൊടുത്തു. ഓക്കെ, ഇത്രയും വലുതാക്കി കൊടുത്തിട്ട് അതിൻ്റെ വരികൾക്കിടയിലുള്ള ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും ചെയ്തു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം അപ്പോൾ അതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. എനിക്ക് വേണ്ടതും വൈറ്റ് കളർ ആയതുകൊണ്ട് കൺട്രോൾ ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന് വൈറ്റ് കളർ കൊടുത്തു. വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളിവിടെ ഈ ടൈപ്പ് വേൾഡ് എർത്ത് ഡേ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ, കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് അതിന് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പെർസ്പെക്റ്റീവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. പെർസ്പെക്റ്റീവ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഈ ഒരു മൂല, ഏതെങ്കിലും ഒരു മൂല പിടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു മൂല ഇങ്ങനെ ഒന്ന് വലുതായി കിട്ടും. അതുപോലെ മുകളിലത്തെ ഒരു മൂല പിടിക്കുമ്പോൾ അതൊന്ന് അകത്തേക്കും കിട്ടും. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ നീണ്ടു പോയേക്കുന്നത് കൊണ്ട് ആ ഒരു ഷേപ്പിന് ചേരുന്ന രീതിക്ക് നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ വലിച്ച് വയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ആ ഒരു ചരിവ് കിട്ടുന്നൊരു ഫീലിൽ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു. ഇപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫീലിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ആ റോഡിലുള്ള എഴുത്തായിട്ട് കിട്ടും ആ ഒരു സ്റ്റൈലിൽ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നേരെ പോവുക. താഴെ ലെയറിൽ താഴെ FX എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്നത് കാണാം. അപ്പോൾ അത് കൊടുക്കുക. ബ്ലെൻഡിങ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. ഇതുപോലൊരു വിൻഡോ വന്നതിന് ശേഷം ഇവിടെ അണ്ടർ ലൈങ് ലെയർ എന്ന ഒരു താഴത്തെ ഒരു ഗ്രേഡിയൻ്റ് ഓപ്ഷൻ കാണാം. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു ബട്ടണിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ അതിനെ രണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഒരു പാർട്ട് പിടിച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് വലതേക്കൊന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ എഴുത്ത് ആ ഒരു റോഡിലെ എഴുത്തുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഫീലിൽ നമുക്ക് ഇവിടെ കിട്ടും. കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു വർക്കിൽ കാണാൻ കഴിയും. ഇത് എത്രത്തോളം വലതോട്ട് നീക്കുന്നോ അത്രത്തോളം അതൊന്ന് ഫെയ്ഡായി ആ റോഡിൽ ഉള്ള എഴുത്തായിട്ടൊരു ഫീൽ കിട്ടുന്ന പോലെ കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം വേണമോ ആ ഒരു ഫീലിൽ കിട്ടുന്ന രീതി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിലൊന്ന് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അപ്പോൾ അത് രണ്ട് പാർട്ടായിട്ട് കിട്ടും. അതിൽ വലതേ പാർട്ടിനെ നമുക്കൊന്ന് വലത്തേക്ക് നീക്കി ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ഒരു എഴുത്ത് ഒരു ഫെയ്ഡായി ആ റോഡിലുള്ള എഴുത്തിൻ്റെ ഒരു രീതിക്ക് നമുക്കവിടെ കിട്ടും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു റോഡിലുള്ള ഒരു എഴുത്തിൻ്റെ ഒരു സ്റ്റൈലിൽ അതവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജുകളെല്ലാം നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ആദ്യം ഈ ഒരു ഇമേജിനെ നമ്മൾ വർക്കിലേക്ക് കൊണ്ടുവരുന്നു. ഇമേജുകളെല്ലാം കട്ട് ചെയ്ത് PNG ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകളാണ്. കൊണ്ടുവന്നതിന് ശേഷം അതിനെ കൺട്രോൾ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം കൺട്രോൾ T പ്രസ് ചെയ്തുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ചെറുതാക്കി നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവയ്ക്കണം. ഓക്കെ, അത് നമുക്ക് ഈ ഒരു എഴുത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റൈലിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൻറ്ററായിട്ട് അതിനെ നിർത്താം തൽക്കാലം. ഓക്കെ, ശേഷം ഇനി അടുത്തൊരു ഇമേജിനെ ഇതിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഇമേജിനെയും ഞാൻ ഇതുപോലെ തന്നെ വലിച്ച് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു. ലെയറിൽ പോവുക, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ T പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തതിന് ശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച് അതിനെ ഒന്ന് ചെറുതാക്കി ഇവിടേക്ക് കൊണ്ടുവയ്ക്കണം. അതിനെയും ആ ഒരു എഴുത്തിൽ നിൽക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം മൂന്നാമത്തെ ഒരു ഇമേജ് ഉണ്ട്, ഇതിനെയും നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു. അതിനെയും മറക്കാതെ തന്നെ ലെയറിൽ പോയി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം കൺട്രോൾ T പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുക്കാം. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്ത് ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് ഞാൻ അതിനെയും ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചു. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. അപ്പം ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഇമേജുകൾ ഇനി അടുത്ത ഇമേജിൽ ഓരോന്നായിട്ട് കൊണ്ടുവരാം. ഇതിലേക്ക് ഇതിൻ്റെ പുറകിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു മരം നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഒരു മരം എടുത്തിട്ടുണ്ട്. അതിനെയും വലിച്ച് ഞാൻ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരുന്നു. കൊണ്ടുവച്ചതിന് ശേഷം അതിനെയും ഞാൻ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്. കൺട്രോൾ T പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തു. ഒന്ന് വലിച്ച് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കോർണർ പിടിച്ച് വലുതാക്കുക. അപ്പോൾ നമ്മുടെ ഇമേജ് ഒരേപോലെ തന്നെ വലുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു സൈസിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ആ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഇമേജിന് മുകളിലേക്കാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഇവിടെ ലെയറിൽ പോയി ഒന്നുകിൽ ഇങ്ങനെ വലിച്ച് ഡ്രാഗ് ചെയ്ത് നമ്മൾ എവിടെയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെയറിന് മുകളിലായിട്ട് കൊണ്ടുവയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓരോ തവണ പ്രസ് ചെയ്യുക. ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും അത് ഓരോ ലെയറിനും പുറകിലേക്കായിട്ട് പോകും. ഇപ്പോൾ ആ ഒരു പുല്ലിൽ നിൽക്കുന്ന ഒരു ഫീലിൽ കിട്ടുന്ന രീതിക്ക് ഇവിടെ നമുക്ക് ഒരെണ്ണം കൊണ്ടുവയ്ക്കാം. അതിനുശേഷം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കാം. അല്ലെങ്കിൽ കൺട്രോൾ J പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം നീക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. ഇവിടെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. കൺട്രോൾ T കൊടുത്ത് അതിനെ ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും അതിനെ ഞാൻ ഒന്ന് അല്പം കൂടി ഒന്ന് വലുതാക്കി വയ്ക്കുകയാണ്. വലുതാക്കി വെച്ച് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മരത്തിൻ്റെ ഇത്രയും ഭാഗം കാണുന്ന രീതിക്കാണ് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത്രയും കൊണ്ടുവച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു റിബൺ കൊണ്ടുവരാം. ഞാനൊരു റിബൺ കട്ട് ചെയ്ത് PNG ഫയലായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളെ വർക്കിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അത് ഏറ്റവും അടിയിലത്തെ ലെയർ ആയതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ ഏറ്റവും മുകളിലേക്കും ഏറ്റവും താഴേക്കുമാണ് കൊണ്ടുപോകാൻ കഴിയുന്നത്. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വരും. അതിനുശേഷം കൺട്രോൾ T കൊടുത്ത് ഞാൻ അതിനെ ചെറുതാക്കിയത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് എപ്പോഴും ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ചെറുതാക്കാനും വലുതാക്കാനും ശ്രമിക്കുക. ഇവിടെ ഈ ഒരു ഭാഗത്തിരിക്കുന്ന രീതിക്ക് അതിനെ ഒന്ന് കൊണ്ടുവച്ചതിന് ശേഷം
അതിനെ എനിക്കൊരു കോപ്പി കൂടി വേണം. അപ്പോൾ ഞാൻ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് അതിനെ ഒന്ന് നീക്കുന്നു, കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ കൊടുക്കുന്നു, അതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് ചരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ ഒരു കോപ്പി കൂടെ ഞാൻ എടുക്കുന്നു, ആൾട്ട് പിടിച്ചുകൊണ്ട് തന്നെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഞാൻ കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ കൊടുത്ത് അതിനെ ഒന്ന് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്ത് ഒന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് ചരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചു. ഓക്കെ, ഇത്രയും വച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഇല ഞാൻ എടുത്തിട്ടുണ്ട്, അതിനെയും കട്ട് ചെയ്ത് PNG ഫയലാക്കി വെച്ചേക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളയുന്നത് എന്നുള്ളത് അതിൽ നോക്കി ചെയ്യാം. സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളയേണ്ട മെത്തേഡുകളുണ്ട്, അത് നമുക്ക് ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇമേജിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ കീ കൊടുത്തതിനെ ചെറുതാക്കി ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുകയാണ് ഞാൻ. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്തതിനെ ചെറുതാക്കി ആൾട്ട് ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് വയ്ക്കാം. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചു. അതിനുശേഷം ആൾട്ട് പിടിച്ചുകൊണ്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്ത് കൺട്രോൾ ടി കൊടുത്ത് അതിനല്പം കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് ചരിച്ച് തിരിച്ച് വയ്ക്കുകയാണ്. ഒന്ന് തിരിച്ച് വെച്ച് ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കുകയാണ്. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ആൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു കോപ്പി എടുത്ത് ഇവിടേക്ക് കൊണ്ടുവച്ച് കൺട്രോൾ ടി കൊടുത്ത് അതിന് അല്പം കൂടി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തന്നെ ഒരു കോപ്പി കൂടെ എടുക്കാം. ഇവിടെ കൊണ്ടുവച്ച് ഒന്നുകൂടെ കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ചെറുതാക്കി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫയലുകൾ നമ്മുടെ വർക്കിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ കയ്യിലൊരു പന്തിരിപ്പുണ്ട്. ഓക്കെ, കണ്ടില്ലേ, കയ്യിലൊരു പന്തിരിപ്പുണ്ട്. അപ്പോൾ ഈ പന്തിനെ മാറ്റി, ഇത് വേൾഡ് എർത്ത് ഡേ, ലോക പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പന്തിനെ മാറ്റി അതൊരു ഗ്ലോബ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഞാനൊരു ഗ്ലോബിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട്, അതിനെ നമ്മുടെ വർക്കിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഏകദേശം ആ ഒരു പന്തിൻ്റെ ആ ഒരു വലുപ്പത്തിലേക്ക് ആക്കാൻ വേണ്ടി കൺട്രോൾ ടി കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടി ചെറുതാക്കി ആ ഒരു പന്തിൻ്റെ വലുപ്പം കിട്ടുന്ന ആ ഒരു സൈസിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണേ. കീബോർഡിൽ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ആരോകൾ ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാം. ഇപ്പോൾ ഇത്ര വച്ചതിന് ശേഷം സെലക്ഷൻ കളർ, ഇപ്പോൾ നമ്മൾ ആ കയ്യിൽ അകത്ത് ഇരിക്കുന്ന ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ഇമേജിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ആ കുട്ടിയുടെ ഇമേജിനെ സെലക്ട് ചെയ്തതിന് ശേഷം ലാസോ ടൂൾ എടുക്കുക. എപ്പോഴും എനിക്ക് ഈസി ആയിട്ട് ഉള്ള മെത്തേഡുകളിലാണ് ഞാൻ വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടെങ്കിലും ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെതായ രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസോ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ആ കൈ കിട്ടുന്ന ഒരു ഏകദേശ രൂപം കണക്കാക്കി ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് ഒന്ന് വരച്ചു. അതിനുശേഷം കൺട്രോൾ സി കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം കൺട്രോൾ ഡി കൊടുത്ത സെലക്ഷൻ കളഞ്ഞു. അതിനുശേഷം അതിനെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി പേസ്റ്റ് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് വി. അതിനുശേഷം ഇപ്പോൾ ഇത് നമ്മുടെ പന്തിൻ്റെ മുകളിലേക്ക്, ഇപ്പോൾ ഞാൻ ആ കൈയുടെ ഇത്ര ഭാഗം ഒരു കോപ്പി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, അതിനെ നമ്മുടെ പന്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ പന്തിൻ്റെ ഈ ഒരു ഇത്രയും ഭാഗം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻടൂൾ സിംഗിൾ കളർ ആണെന്നുണ്ടെങ്കിൽ മാജിക് വാൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പെൻടൂൾ ഉപയോഗിച്ച് ഈ കൈ വിരൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. പെൻടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. സിംഗിൾ കളർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളയാൻ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് സെലക്ഷൻ കൊടുക്കുകയാണ്. കൺട്രോൾ എൻ്റർ കൊടുത്തൊരു സെലക്ഷൻ കൊടുക്കുക. ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ആ കൈ പന്തിന് മുകളിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം ഇവിടെയും ഒരു കൈയുണ്ട്, അപ്പോൾ അതിനെയും മുകളിലേക്ക് കൊണ്ടുവരണം. അതുപോലെ പഴയ പോലെ തന്നെ വീണ്ടും ലാസോ ടൂൾ എടുക്കുക. ഇത്രയും ഭാഗം ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് റൗണ്ട് കൊടുത്തതിന് ശേഷം കൺട്രോൾ സി കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. കൺട്രോൾ സി കൊടുക്കുന്ന കോപ്പി ചെയ്യാനാണ്. കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തുകൊണ്ട് അതിനൊന്ന് പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ കൈ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവന്നു. കണ്ടോ, ഇത്ര ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള ഈ ഇത്രയും ഭാഗം നമുക്ക് അത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ പെൻ ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇത്രയും ഇങ്ങനെ ഒന്ന് വരച്ച്
കൊടുക്കാം. ഇത്രയും വരച്ചതിന് ശേഷം കൺട്രോൾ എൻ്റർ കൊടുത്തതിന് സെലക്ഷൻ എടുത്ത് ഡിലീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ കൈ അതിൽ പിടിച്ചിട്ടുള്ള ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഷാഡോ കൂടി അതിന് കൊടുത്താൽ ഓക്കെ ആവും. അപ്പോൾ ഇതാ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി ഇടും. ഞാൻ കൺട്രോൾ ജെ കൊടുത്ത് ഒരു കോപ്പി എടുത്തു. അതിനുശേഷം ഇവിടെ കളർ എടുക്കുന്നു. അതിൽ ബ്ലാക്ക് കളറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു കോപ്പി ഉണ്ട്, അതിന് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തുകൊണ്ട് അതിനെ ബ്ലാക്ക് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് കൺട്രോൾ ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഇതിന് അതിൻ്റെ ഒരു പുറകിലത്തെ ലെയറായിട്ട് അത് കിട്ടും. അതിനുശേഷം ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ നിന്നും ബ്ലറിൽ ഗോഷൻ ബ്ലർ കൊടുക്കുക. ഫിൽറ്ററിൽ ബ്ലറിൽ ഗോഷൻ ബ്ലർ. അപ്പോൾ ലെയർ നമ്മൾ ഇപ്പോൾ എടുത്ത് ബ്ലാക്ക് ആക്കിയിട്ടുള്ള ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൽ പോയി ബ്ലറിൽ ഗോഷൻ ബ്ലർ കൊടുക്കുക. ഗോഷൻ ബ്ലർ കൊടുത്തിട്ട് ബ്ലർ നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ബ്ലർ ഓപ്ഷൻ ഇനി പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലോബ് സെലക്ട് ചെയ്യാം. ഗ്ലോബ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ കൊടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഗ്ലോബിൻ്റെ ഇത്രയും ഭാഗം സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഐ പ്രസ് ചെയ്യുക. അതായത് സെലക്റ്റിൽ ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കൺട്രോൾ ഷിഫ്റ്റ് ഐ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഇപ്പോൾ പുറത്തേക്കാണ് ഈ സെലക്ഷൻ വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മളിവിടെ ഇപ്പോൾ ബ്ലർ ഓപ്ഷൻ കൊടുത്ത ആ ഒരു ബ്ലാക്ക് ലെയറിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ അതിന് ഗ്ലോബിന് പുറത്തേക്കുള്ള ഭാഗം ഡിലീറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്ര മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെയും നമുക്കൊരു കോപ്പി എടുക്കാം. കൺട്രോൾ ജി കൊടുത്ത് തന്നെ ഒരു കോപ്പി എടുക്കുന്നു. കളറ് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ബ്ലാക്ക്. ഇപ്പോൾ അതിൻ്റെ കോപ്പിയാണിത്. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറകിലത്തെ ലെയർ ആക്കാൻ വേണ്ടിയിട്ട് കൺട്രോള് ലെഫ്റ്റ് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ? അതിനുശേഷം ഫിൽറ്ററിൽ പോയി ബ്ലറിൽ ഗോഷൻ ബ്ലർ കൊടുക്കുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബ്ലർ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ എടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഗ്ലോബിനെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സൽ കൊടുക്കുന്നു. ഇപ്പോൾ ഗ്ലോബിൽ സെലക്ഷൻ ഉണ്ട്. ഇനി പുറത്തേക്കുള്ള സെലക്ഷൻ കിട്ടാൻ വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഐ സെലക്ട് ഇൻവേഴ്സ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ കയ്യിൽ ഒരു കോപ്പി എടുത്തതിൻ്റെ ബ്ലാക്ക് ആക്കിയ ഫയലിൽ ആ ഒരു ലെയറിനെ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തു. കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളഞ്ഞു. കണ്ടില്ലേ? അത്രയുമായി. ഓക്കെ, ഇപ്പോൾ ഇത്രയും ആ ഒരു കൈക്ക് അകത്ത് ആ ഒരു ഗ്ലോബ് നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിന് ഒരു ഷാഡോയും കൂടെയൊക്കെ കൊടുക്കാം. ഈ കുട്ടികളുടെ രൂപത്തിന് ഷാഡോ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഷാഡോ കൊടുക്കാനുള്ള വഴി എന്ന് വെച്ചാൽ നമ്മളിവിടെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുത്തു. അതിനുശേഷം ഞാനിവിടെ ബ്രഷ് ടൂൾ എടുക്കുകയാണ്. ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ ടി കൊടുത്തതിന് സെലക്ഷൻ കൊടുത്ത് അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സെൻറ്റർ ബട്ടൺ പിടിച്ച് താഴേക്കൊന്ന് വലിച്ച് അതിന് ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന ഒരു രീതി കിട്ടിയിട്ടുണ്ട്. അതതിന് ശേഷം നമ്മുടെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ഇമേജിൻ്റെ അടിയിലായിട്ട് വയ്ക്കണം. ഇപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ലെയറായിട്ട് കിട്ടും. ഇനി അത് ജസ്റ്റ് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. കൺട്രോൾ ടി കൊടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഷെയ്ഡ് കിട്ടുന്ന നമുക്കൊരു ഫീല് കിട്ടുന്ന രീതിക്ക് ഒന്ന് വയ്ക്കാം. അതിൻ്റെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിർത്താം. ഇനി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് നമുക്ക് ഈ രണ്ടാമത്തെ കുട്ടിയുടെയും ആ ഇമേജിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവച്ച് കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടിയൊക്കെ ഒന്ന് ചെറുതാക്കിയൊക്കെ ഒന്ന് വെച്ച് അതിൻ്റെ ഒരു കോപ്പി അതിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണ്. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ കോപ്പി എടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പോൾ ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വല സൈഡ് ലെയറിൽ ഏറ്റവും മുകളിലായിട്ട് ഒപ്പാസിറ്റി കാണാം. അപ്പോൾ അവിടെ ഒരു 70-80 കറക്റ്റ് ആയിരിക്കും. 70-80 കൊടുത്ത് അതിൻ്റെ ഒപ്പോസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ ഈ മൂന്നാമത്തെ കുട്ടിയുടെയും ആ ഇമേജിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവയ്ക്കാം. കൺട്രോൾ ജെ കൊടുത്തും കോപ്പി എടുക്കാം. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ടും കോപ്പി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ റിബൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിബണിനും ഒക്കെ നമുക്ക് ഇതുപോലെ കോപ്പി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ വേൾഡ് എർത്ത് ഡേ എന്ന് എടുത്തിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് മങ്ങി നിന്നാൽ മതി എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റിബണിന് നമ്മൾ ഇതുപോലെ നേരത്തെ കൊടുത്ത പോലെ ഷെയ്ഡ് കൊടുക്കാം, ഷാഡോ കൊടുക്കാം. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നേരത്തെ കൊടുത്ത ഷാഡോയിൽ ഒരു കോപ്പി എടുത്ത് അതിൻ്റെ അടിയിലായിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഒരു ഷാഡോ എഫക്റ്റ് അതിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഇലയുടെ അടിയിലും ഇതേ തന്നെ സാധനം തന്നെ, ഇതേ ഷാഡോ തന്നെ കോപ്പി കൊണ്ടുവയ്ക്കാം. ആൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്തതിൻ്റെ കോപ്പി എടുത്ത് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഓക്കെ, കൺട്രോൾ ടി കൊടുത്ത് അല്പം കൂടി ഒന്ന് ചേരിച്ച് ഇതിന് ഈ ഒരു രീതിക്ക് വയ്ക്കാം. അപ്പോൾ അതിനെല്ലാത്തിനും അതിൻ്റെ ഒരു ഷാഡോ എഫക്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫയലിൽ. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലിനി വേൾഡ് എർത്ത് ഡേ നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോക പരിസ്ഥിതി ദിനം എന്ന് കൊടുക്കാനുള്ളതുണ്ട്. നമ്മൾ നേരത്തെ Ctrl+Shift+S കൊടുത്ത് സേവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത്രയും ചെയ്ത ഫയൽ വീണ്ടും ഒന്നുകൂടി അതിൽ കൂടെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+S കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഫയലിൽ പോയാൽ Ctrl+S ഉണ്ട്, Ctrl+S കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ Ctrl+S കൊടുത്ത് തന്നെ ഒന്ന് സേവ് ചെയ്യണേ. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ലോക പരിസ്ഥിതി ദിനം എന്നൊരു എഴുത്ത് മലയാളത്തിലൂടെ കൊടുക്കാം. അപ്പോൾ ടൈപ്പ് ടൂളിലെടുത്ത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് കൊടുക്കാം. ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. MLUയിൽ വരുന്നത് അല്പം ബോൾഡായിട്ടുള്ളൊരു ഫോണ്ട് കൊടുക്കുകയാണ്. ഫോണ്ട് കൊടുത്തതിന് ശേഷം ഇതിനൊരു 3 വരിയാക്കി നമുക്ക് താഴെ ഇറക്കാം. താഴെ ഇറക്കിയതിന് ശേഷം Ctrl+T കൊടുത്ത് ക്യാരക്ടർ മാപ്പിൽ നമുക്കിവിടെ ആ വരികൾക്കിടയിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ലെറ്ററുകൾക്ക് ഇടയിലുള്ള ഗ്യാപ്പും വേണമെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ലെയറിൽ നമുക്കിതിൻ്റെ ലെയർ എടുത്ത് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തിടാം. Ctrl+J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പിയുടെ ഞാൻ എടുത്തിടുകയാണേ. അതിനുശേഷം അതിൻ്റെ ഒറിജിനൽ ഫയൽ ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നു. ഹൈഡ് ചെയ്തതിന് ശേഷം ഇനി ഈ പരിസ്ഥിതി ദിനം എന്നുള്ളത് മാത്രം ഞാൻ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു Ctrl+X കൊടുത്ത് അതിനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്നുകൂടി പേസ്റ്റ് ചെയ്ത് പരിസ്ഥിതി ദിനം എന്നുള്ളത് വീണ്ടും ഇത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ദിനം എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്ത് Ctrl+X കൊടുത്ത് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഞാൻ ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ആ 3 ലൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിൽ ആവശ്യമുള്ള ലോക എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ്. വലുതാക്കി വെച്ചതിന് ശേഷം ദിനം എന്നുള്ളതും അല്പം കൂടി ഒന്ന് വലുതാക്കി വയ്ക്കാം. Ctrl+T കൊടുത്ത് നമുക്ക് അല്പം കൂടി ഒന്ന് വലിച്ചൊന്ന് വലുതാക്കി വെക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഈ 3 ഫയലും കൂടി നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓരോരോ ലെയറും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 ലെയർ നമ്മളിപ്പോൾ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ലെറ്റർ മാറ്റി നമുക്ക് ലെയർ ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ലെയർ ഓപ്ഷനിൽ ഇപ്പോൾ 3 കൂടി ഒന്നിച്ച് സെലക്ഷൻ ഉണ്ട്. അതിലവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റാസ്റ്ററൈസ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. റാസ്റ്ററൈസ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് ടൈപ്പ് ചെയ്ത 3 ലെറ്ററും നമുക്ക് 3 ലെയറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 3 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഞാൻ പരിസ്ഥിതി എന്നുള്ളത് സെലക്ട് ചെയ്തു. പരിസ്ഥിതി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇവിടെ ലെയറിൽ Ctrl പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തോ, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് പിക്സലോ കൊടുക്കാം. അല്ലെങ്കിൽ Ctrl പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സെലക്ഷൻ കിട്ടും. ഇതിന് ശേഷം സെലക്റ്റിൽ പോവുക. സെലക്റ്റിൽ മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. സെലക്റ്റിൽ മോഡിഫൈയിൽ എക്സ്പാൻഡിൽ ഇവിടെ നമ്മൾ എമൗണ്ട് ഒരു 15 കൊടുക്കുന്നു. അത് ലെറ്ററിൻ്റെ വലുപ്പം അനുസരിച്ചാണ്. ഇപ്പോൾ ആ ലെറ്റർ കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് സെലക്ഷൻ ഉണ്ട്. ഇനി ലോഗ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സെലക്ഷൻ്റെ അത്രയും ഭാഗം അതിൽ ഡിലീറ്റ് ആയി കിട്ടും. ഓക്കെ, അത്രയും ഡിലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ദിനം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതും ലെയറിൽ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് പിക്സൽ കൊടുത്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ Ctrl പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും സെലക്റ്റിൽ പോയി മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്നത് കൊടുക്കുക. അതിൽ നമ്മൾ മുകളിൽ കൊടുത്തുള്ള അതേ 15 തന്നെ ഇവിടെയും കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം പരിസ്ഥിതി എന്നുള്ള ലെയർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ അത് ആ ഒരു സെലക്ഷൻ്റെ അത്രയും ഭാഗം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 കൂടി ഒന്നിച്ച് വീണ്ടും ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. ലോഗ എന്നതും അപ്പോൾ Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ലോഗ എന്നത് സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+Shift പ്രസ് ചെയ്തുകൊണ്ട് പരിസ്ഥിതി എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ദിനം എന്നതിലും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 3 കൂടി ഒന്നിച്ച് ഇവിടെ ലെയറിൽ സെലക്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം Ctrl+E കൊടുത്ത് നമുക്കിതിനെ മെർജ് ചെയ്യാം. Ctrl+E ആണ് ഷോർട്ട് കട്ട് വരുന്നത്. അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെർജ് ലെയേഴ്സ് എന്നത് കൊടുക്കാം. ഓക്കെ, മെർജ് ലെയേഴ്സ് കൊടുക്കുമ്പോൾ ഇത് 3 കൂടി ഒറ്റ ലെയർ ആയിട്ടുണ്ട്. ഇത്ര ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇറക്കി വെച്ചതിന് ശേഷം അപ്പോൾ അതിനെ ആദ്യം ഒന്ന് ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഞാൻ ഇറക്കി വെക്കുകയാണ്. Ctrl+Shift ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്ത് ഏറ്റവും താഴത്തെ ലെയറാക്കി. ഇനി ഓരോ ലെയർ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് Ctrl പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് ഓരോ തവണ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ബ്ലെൻഡിങ് മോഡിൽ പോയി നോർമൽ മാറ്റി
ഓവർലേ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓവർലേ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഴുത്തൊന്ന് മങ്ങിയ രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൺട്രോൾ ജെ കൊടുത്ത് ഞാൻ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ്. കൺട്രോൾ ജെ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തു. അതിനുശേഷം അത് രണ്ടും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അത് അടുത്ത ലെയറിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും കൂടി ഒന്നിച്ച് സെലക്ഷൻ വരും. സെലക്ഷൻ വന്നതിന് ശേഷം നമ്മുടെ ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ബ്ലൂ കളറുണ്ട്, അതായത് ആ ഒരു ബ്ലൂ കളറിൻ്റെ അത് നമ്മൾ ഹൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ എഴുത്ത് കുറച്ചുകൂടി നല്ലതുപോലെ എടുത്തറിയുന്ന രീതിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തിരുന്ന ബ്ലൂ കളറ് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ നിന്ന് അല്പം ഒന്ന് കുറച്ച് ഒരു 60-65 ഒക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ആ എഴുത്ത് നമുക്കറിയാൻ പറ്റും, ഒരു മങ്ങിയ രൂപത്തിൽ ആ എഴുത്തൊന്ന് വായിക്കാൻ പറ്റുന്ന രീതിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആ എഴുത്തും അറിയാൻ പറ്റും, അതിൻ്റെ ബ്ലൂ കളറും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ആകാശത്തിൻ്റെ മേഘത്തിൻ്റെ ആ ഒരു ഇതും നമ്മുടെ എഴുത്തിന് മുകളിലൂടെ നിൽക്കുന്ന ഒരു ഫീലിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ വർക്കിൽ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ വേൾഡ് എർത്ത് ഡേ എന്നുള്ള എഴുത്ത് നമുക്കൊന്ന് മങ്ങി നിൽക്കുന്നതുകൊണ്ട് താഴെ അതിൻ്റെ ഒരു കോപ്പിയുടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പി അത് എനേബിൾ ചെയ്യുന്നു. എനേബിൾ ചെയ്തതിന് ശേഷം ഇനി അത് മൂന്നും കൂടി ഒറ്റ വരിയാക്കുകയാണ്. അപ്പോൾ ടൈപ്പ് ടൂൾ എടുത്ത് മൂന്നും കൂടി ഞാൻ ഒറ്റ വരിയാക്കിയ ശേഷം കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ക്യാരക്ടർ മാപ്പ് എടുത്ത് അതിനുശേഷം ഇപ്പോൾ ഫോണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഹെഡിങ് പ്രോ എന്നതിൽ ഒരു തിന്നായിട്ടുള്ള കനം കുറഞ്ഞൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൈസ് ഞാൻ ഒന്ന് കുറച്ച് ഏകദേശം സെൻറ്ററിൽ നിൽക്കുന്ന രൂപത്തിൽ സൈസ് ഒന്ന് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സെൻറ്ററിൽ ആ ഒരു എഴുത്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഏകദേശം സെൻറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ബോർഡർ കൂടെ കൊടുക്കാം. അപ്പം ലെയർ ഓപ്ഷൻ എടുക്കുക. ലെയറിൽ ഏറ്റവും മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ കൊടുക്കാം. കൺട്രോൾ ഷിഫ്റ്റ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ കൊടുക്കുന്നു. ബോർഡർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയിം കൊടുക്കാം. അതിന് നെയിം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം കൺട്രോൾ എ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ കൊടുക്കുക. കൺട്രോൾ എ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് 4 സൈഡും സെലക്ഷൻ കിട്ടും. അതിനുശേഷം എഡിറ്റിൽ പോവുക. എഡിറ്റിൽ സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എഡിറ്റിൽ സ്ട്രോക്കിൽ പോയിട്ട് നമ്മൾ അവിടെ വിഡ്ത്തിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു സൈസ് കൊടുക്കുക. 150, 175, 200 കൊടുക്കാം. അപ്പോൾ ഞാൻ 175 കൊടുക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്ക് കളർ ബോർഡറാണ് വന്നിട്ടുള്ളത്. നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റിൽ സ്ട്രോക്ക് എടുക്കുമ്പോൾ തന്നെ അവിടെ കളർ ഓപ്ഷനും ഉണ്ട്. കളറിൽ നമ്മൾ വൈറ്റ് കളർ ഏത് കളർ കൊടുത്താലും കിട്ടും. അപ്പോൾ വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ വൈറ്റ് കളർ ബോർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റർ ആകുമ്പോഴത്തേക്ക് വൈറ്റ് കളർ ബോർഡർ ഉള്ളത് എപ്പോഴും പോസ്റ്റർ കാണാൻ ഒരു എഫക്റ്റ് കിട്ടും. കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ കളയാം. ഇനി നമുക്ക് ഇതിനകത്ത് ഡേറ്റ് കൂടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഇമേജിന് ഈ ഒരു ബോർഡിൽ നമുക്ക് ഡേറ്റ് കൂടെ കൊടുക്കാം. ജൂൺ 5 എന്നത് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ടൂൾ എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്ത് ഫോണ്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് 2 ലൈൻ ആക്കി വെക്കാം. വച്ചതിന് ശേഷം ഒന്ന് സൈസ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് 5 എന്നുള്ളതിന് അല്പം ഒരു ബോൾഡ് ഫോണ്ട് കൊടുക്കാം. അതിന് സൈസ് ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം ബ്ലാക്ക് കളറായിരിക്കും നമ്മുടെ ഈ ഒരു ബോർഡിൽ ഈ ഒരു ലെറ്ററിനെ അറിയാൻ പറ്റുന്ന കളർ. അപ്പോൾ അന്ന് സെൻറ്റർ ആക്കി വെച്ചതിന് ശേഷം കളർ സ്വാച്ചസിൽ പോവുക. ബ്ലാക്ക് കളർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ അതിനുശേഷം 5 എന്നുള്ളത് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ടൈപ്പ് ടൂൾ എടുത്ത് അതിന് മാത്രം റെഡ് കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മാത്രം റെഡ് കളർ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഡേറ്റ് ഒന്ന് പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്ന രീതിക്ക് കിട്ടും. ഇനി ആ ബോർഡിന് ഒരു ചരിവുള്ളത് കൊണ്ട് കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ ചെയ്ത് ഈ ഒരു സെൻറ്റർ ബട്ടൺ പിടിച്ച് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു ചരിവ് ആ ബോർഡിനനുസരിച്ചുള്ള ചരിവ് ലെറ്ററിനും കിട്ടും. ഇപ്പോൾ നമ്മുടെ വാക്കിൽ ഡേറ്റും കൂടി ആവുമ്പോഴത്തേക്ക് നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം എന്നുള്ള പോസ്റ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.